ഞാൻ ശ്രീ എസ് ടിന്നിലേക്ക് ആദ്യം പോകുന്നു. ശ്രീ എസ് ടിന്നി, ഈ പറയുന്ന നമ്മുടെ ആർമി നേതൃത്വത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ കോപ്പിയടി പോലെ പാകിസ്ഥാൻ്റെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. എന്താണ് അയാളുടെ പേര്? അവരുടെ പട്ടാള വക്താവ് എന്തോ ഒരു ചൗധരി. ആ ചൗധരി അവിടെ ഇരുന്ന് പറയുന്നത് ഒന്നാന്തരം കള്ളങ്ങൾ ഇങ്ങനെ ആധികാരികമെന്നോണം പറയുകയാണ്. ആദ്യം വിളിച്ചത് ഞങ്ങളല്ല എന്നയാൾ പറയുകയാണ്. ഈ പറയുന്ന S-400 തകർത്തടക്കമുള്ള കള്ളക്കഥകൾ, റഫേൽ അടക്കമുള്ള കള്ളക്കഥകൾ ഈ ചൗധരി അവിടെ നിന്ന് ആവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പറഞ്ഞാണ്, നേരത്തെ പറഞ്ഞ എന്താണ്, ആംഡ് ഡ്രോൺസ് എത്രയോ 10-12 എണ്ണം മണിക്കൂറുകളോളം ഡൽഹിയുടെ ആകാശത്ത് കറങ്ങി നടന്നു തുടങ്ങിയ ഒന്നാന്തരം കള്ളങ്ങൾ പറയുകയാണ്. അതേ ആദംപൂരിൽ ഇന്ന് പ്രധാനമന്ത്രി പോകുന്നു. അതേ S-400 മുന്നിൽ രാജ്യത്തോടല്ല ലോകത്തോട് അഭിസംബോധന ചെയ്യുന്നു പ്രധാനമന്ത്രി. കള്ളങ്ങൾ 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 പൊളിയുകയല്ലേ ശ്രീ എസ് ടിന്നി? തീർച്ചയായിട്ടും ശ്രീ ഹാഷ്മി, നോക്കൂ, നമ്മൾ ഇതിനകത്ത് കൂടുതൽ അതിശയമൊന്നും വേണ്ട. പാകിസ്ഥാനിൽ ഇപ്പോഴും അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്, അവരുടെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നത് 1971 അവർ ജയിച്ചു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. 2 രാജ്യമായി മാറിയ 71 യുദ്ധം അവർ ജയിച്ചു എന്ന് അവരുടെ പാഠപുസ്തകങ്ങൾ അവർ പഠിപ്പിക്കുന്നുണ്ട്. 65 അവർ ജയിച്ചു. 99 കാർഗിൽ യുദ്ധമേ നടന്നിട്ടില്ല എന്നാണ് അവരുടെ ഒരു വാദം. അപ്പം അങ്ങനെ കള്ളക്കഥകളിൽ മാത്രം ജീവിക്കുന്ന ഒരു സമൂഹമാണ് പാകിസ്ഥാൻ സമൂഹം. അതിന് കള്ളക്കഥകൾ പ്രൊഡ്യൂസ് ചെയ്ത് അത് സിസ്റ്റമാറ്റിക് ആയിട്ട് താഴെ തട്ടിലേക്ക് കൊടുക്കുന്നതാണ് പാകിസ്ഥാൻ സൈന്യം അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സൈന്യത്തിൽ നിന്ന് ഇതൊന്ന് വേറെ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷെ ചില ഫാക്ട്സ് അവർക്ക് സൈന്യത്തിലായാലും ശരി, ആർക്കായാലും ശരി, അത് മറക്കാൻ പറ്റില്ല. കാരണം ലോകത്തെങ്ങും ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉള്ള രാജ്യം 23 മിനിറ്റ് കൊണ്ട് അവരുടെ 1 ഡസൻ എയർബേസ് തകർന്നതായിട്ട് എങ്ങും കണ്ടിട്ടില്ല. അതായത് ഒരു ന്യൂക്ലിയർ വെപ്പൺ രാജ്യം 23 മിനിറ്റ് കൊണ്ട് അവരുടെ 1 ഡസൻ എയർബേസ് ആണ് തകർന്നത്. അതാണ് ഭാരതത്തിന്റെ സൈന്യം അവിടെ ചെയ്തത്. അത് അവർക്കും അറിയാം, അവരെ സപ്പോർട്ട് ചെയ്യുന്ന പല രാജ്യങ്ങൾക്കും അറിയാം, ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ പാകിസ്ഥാൻ അത് സമ്മതിച്ചു തരത്തില്ല. പാകിസ്ഥാന്റെ ആ എയർഫോഴ്സിന്റെ വേറൊരു വക്താവ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ പല ഫാക്കൽറ്റി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ആ ഓഫീസറിന് ചാർലി ഗ്രേഡിംഗ് കൊടുക്കും. അതായത് ഏറ്റവും താഴെ ഗ്രേഡിംഗ്, ഒരു ബ്രീഫിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടുള്ളത്, ഏറ്റവും താഴത്തെ ഗ്രേഡിംഗ് എന്നാൽ ചാർലി ഗ്രേഡിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓഫീസറാണ് ഞാൻ കണ്ടത്. അതായത് ആദംപൂരിലെ ബേസ്, അവിടെ S-400 ഉണ്ട്. അതിനെ കണ്ടു കിട്ടാൻ വളരെ പാടാണ്. അത് മൊബൈലാണ്. അത് തന്നെയാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞ് കുറെ ഇംഗ്ലീഷ് വാചകം അടിച്ചിട്ട് എന്നിട്ട് 2 ഫോട്ടോഗ്രാഫ് കാണിച്ച് നോക്കൂ, കൃത്യമായിട്ട് ഞങ്ങൾ അവിടെ ബോംബ് ചെയ്തു, അതിനെ ഇല്ലാതാക്കി, ആ ബേസ് ഇനി കുറേ വർഷങ്ങൾക്ക് ഇനി അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ആ ബേസിലാണ് ഇന്ന് പ്രധാനമന്ത്രി പോവുകയും ആ ബേസിൽ നിന്നിട്ടാണ് ആ സൈനികരെ, വായുസേനയുടെ എയർ വാരിയേഴ്സും മറ്റുള്ളവരുമായിട്ട് സംസാരിക്കും. അതേ ബേസിൽ നിന്നിന്റെ ബാക്ക് ഡ്രോപ്പിൽ നിന്നാണ് S-400 അവിടെ കറക്റ്റായിട്ട് നിന്നത്. അപ്പം നോക്കൂ, ഈ കള്ളത്തരത്തിന് ഒരു ലെവലില്ലാത്ത രീതിയിലാണ് ഇന്ന് ഏതൊരു ലോക മാധ്യമം എടുത്താലും അവരുടെ ഒരു ഇന്റർവ്യൂ കാണുക. അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ ആവട്ടെ, പ്രൈം മിനിസ്റ്റർ ആവട്ടെ, അവരുടെ ഏതെങ്കിലും ഫോറിൻ അഫയേഴ്സ് ഡീൽ ചെയ്യുന്ന ആളുകളായിട്ട്, അവിടുത്തെ വെളിയിലത്തെ മാധ്യമ പ്രവർത്തകർ തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുമായി പറയുന്നത്, എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ? നോക്കൂ, നിങ്ങൾ എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവില്ല. അത് സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ അറിഞ്ഞതാണ്. ഒരു വാർത്തയിൽ ഞാൻ കണ്ടത്, ഒസാമ ബിൻ ലാദൻ പോലും അവരറിഞ്ഞില്ല, അത് പാകിസ്ഥാൻ ഇന്റലിജൻസ് പോലും അറിയാതാണ് അവിടെ താമസിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു പാകിസ്ഥാൻ അക്കാഡമി, മിലിറ്ററി അക്കാഡമി എന്ന് 800 മീറ്റർ അകലെ താമസിച്ചിട്ട് അവിടുത്തെ പാകിസ്ഥാൻ ഇന്റലിജൻസ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ കള്ളം വേറെ ഒന്നുമുണ്ടോ? അപ്പം കള്ളത്തിന് ബേസിൽ നിൽക്കുന്ന ഒരു രാജ്യം 1947 തൊട്ട് ഭാരതം അവരുടെ ശത്രുവാണെന്ന് ആളുകളെ കൊണ്ട് പറഞ്ഞ് അതുപോലത്തെ വിഷം നിറപ്പിച്ച് നമ്മളെ ഒരു ശത്രുവായിട്ട് മാത്രം കാണുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്ത പാകിസ്ഥാൻ സൈന്യം, ആ സൈന്യത്തിന്റെ ഇതിനപ്പുറമുള്ള കഥകളും പറയും. പക്ഷെ അതൊന്നും ഇപ്രാവശ്യം ഒരു കാര്യത്തിലും അത് ഏറ്റിട്ടില്ല എന്നാണ് ഏറ്റവും നല്ലൊരു കാര്യം. അതിന്റെ കാരണം നമ്മളും അതേപോലത്തെ രീതിയിൽ തെളിവ് സഹിതം നമ്മളെ ബ്രീഫിങ്ങും നമ്മളെ വീഡിയോസും എല്ലാം കാണിച്ച് ഇന്ന് ആർക്കും ഒരു ഡൗട്ട് ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ അവിടെ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ പറയും, പാകിസ്ഥാന്റെ ഹിസ്റ്ററി അങ്ങനെയാണ്, അവർ ഇനിയും അത് തന്നെ പറയും. അവർ ഒരിക്കലും ഒരു ഇലക്ഷൻ തോറ്റിട്ടില്ല. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പാകിസ്ഥാൻ സൈന്യം എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ ഒരു ഇലക്ഷൻ ജയിക്കാത്ത സൈന്യം, പക്ഷെ ഒരു ഇലക്ഷൻ തോക്കാത്ത സൈന്യം, അതുപോലെ തന്നെ ഒരു യുദ്ധവും ജയിക്കാത്ത സൈന്യമാണ് പാകിസ്ഥാൻ സൈന്യം.